ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ കാണുന്ന പാലക്കാട് കൊളപ്പുള്ളി ഹൈവേയിൽ കിഴക്കഞ്ചേരിക്കാവ് സ്റ്റോപ്പിൽ നിന്ന് ഏകദേശം ഒരു 600 മീറ്റർ മാത്രം മാറിയിട്ട് ഒരു 600 മീറ്റർ ഡിഫറൻസിൽ ഈ കാണുന്നൊരു പ്രോപ്പർട്ടിയിലേക്കാണ്. ഓക്കെ, പ്രോപ്പർട്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ പുതിയ ബ്രാൻഡ് ന്യൂ വീടാണ്. എല്ലാം കോമ്പൗണ്ട് വാളും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ള ബ്രാൻഡ് ന്യൂ വീട്. 5.75 സെൻറ്റ് സ്ഥലമാണ്. 5.75 സെൻറ്റ് സ്ഥലം, 1750 സ്ക്വയർ ഫീറ്റാണ് വീടുള്ളത്. 3 ബെഡ്റൂമാണുള്ളത്. 3 ബെഡ്റൂമും അറ്റാച്ച്ഡാണ്. വീടിൻ്റെ 2 സൈഡും നോക്കുകയാണെങ്കിൽ നമുക്ക് റോഡ് ഫേസ് കിട്ടുന്നുണ്ട്. ഫ്രണ്ടിലെല്ലാം ഇൻ്റർലോക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സൈഡിലൊക്കെ ഗാർഡനിങ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പുല്ലൊക്കെ വെച്ച് നല്ല മനോഹരമായി സെറ്റ് ചെയ്തിട്ടുണ്ട്. ജനലും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ UPVC ആണ് ചെയ്തിരിക്കുന്നത്. ഗേറ്റ് ഇവിടെ സ്ലൈഡിങ് ഗേറ്റ്, വണ്ടി ഗേറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. മറ്റ് വീട്ടിലേക്ക് എൻട്രൻസ് ചെയ്യാൻ ചെറിയൊരു ഗേറ്റ് വേറെ കൊടുത്തിട്ടുണ്ട്. ബോർവെല്ലാണ് വാട്ടർ സോഴ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ പൈപ്പ് ലൈൻ കണക്ഷനുണ്ട്, എടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഗാർഡനിങ് ഒക്കെ സെറ്റ് ചെയ്യുന്നത്. ഇവിടെ കാർ പോർച്ച്. ചുറ്റും നോക്കുകയാണെങ്കിൽ അത്യാവശ്യം സ്പേസ്, 3 സൈഡ് കൊണ്ട് ബാക്കിൽ ചെറിയൊരു സ്പേസേ ഉള്ളൂ. എല്ലാ ഭാഗത്തും കംപ്ലീറ്റ്ലി ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിലും അതുപോലെ റൈറ്റും ലെഫ്റ്റുമായിട്ട് കുറച്ച് ഭാഗങ്ങൾ അവർ പുല്ലൊക്കെ വെച്ച് ഗാർഡനിങ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജനലൊക്കെ നമ്മൾ പറഞ്ഞ പോലെ UPVC ആണ് ചെയ്തിരിക്കുന്നത്. ചെങ്കൽ കെട്ടാണ് വീട്. മതിൽ മാത്രം സിമെൻറ്റ് ബ്ലോക്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ നമുക്ക് കാണാൻ പറ്റും സോളാർ കൊണ്ട് ലൈറ്റ് കണക്ട് ചെയ്തിട്ടുള്ള ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. മതിലെല്ലാം കൊടുത്തിട്ടുണ്ട്. നല്ല സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട് സൈഡിലായാലും എല്ലാം. സോ ഇതാണ് ചുറ്റുവട്ടം. നമുക്ക് റൗണ്ട് ആയി നമ്മൾ നടന്നു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം സ്പേസ് കാണാൻ പറ്റും. നല്ല ഭംഗിയായിട്ട് ഇൻ്റർലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്രണ്ടിൽ നമുക്ക് കയറുമ്പോൾ തന്നെ നമുക്കൊരു അത്യാവശ്യം വലുപ്പമുള്ളൊരു സിറ്റ് ഔട്ട് ഏരിയ കാണുന്നുണ്ട്. ഇപ്പോഴൊക്കെ ഉള്ള പോലെ തന്നെ കമ്പിയോ കാര്യം ഒന്നും കൊടുക്കാതെ ഓപ്പൺ ആയിട്ടുള്ളൊരു സിറ്റ് ഔട്ട് ഏരിയ. ചുറ്റോട്ട് ഇഷ്ടംപോലെ വീടുകൾ പുതിയത് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. നമുക്ക് കയറുമ്പോൾ തന്നെ തേക്കും കൊണ്ടുള്ള ഒരു ഡബിൾ ഡോറാണ് നമുക്കിവിടെ കാണാൻ കിട്ടുന്നത്. നല്ല മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളൊരു ഡബിൾ ഡോറ്. കയറി വഴിക്ക് നല്ല സ്പേസ് ആയിട്ടുള്ള, നല്ല അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു ലിവിങ് സ്പേസ് കിട്ടുന്നുണ്ട്. വീടിൻ്റെ ഹൈറ്റ് അത്യാവശ്യം നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. സാധാരണ വീടുകളിലുള്ളതിലും കുറച്ചും കൂടി കൂടുതൽ ഹൈറ്റ് ഹാളിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചൂട് കുറച്ച് കമ്മിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. നല്ല സ്പേസ് ഉണ്ട്. സ്പീഷ്യസ് ആയിട്ടുള്ള റൂമാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് താഴെ സ്റ്റെയറിൻ്റെ താഴെയായിട്ട് നമുക്ക് ഇൻവെർട്ടർ വയ്ക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. മേലൊരു പർഗോള കൊടുത്തിട്ടുണ്ട്. ചെറിയ രീതിയിൽ ചെറിയൊരു ഗ്ലാസ്സേ ഉള്ളൂ. ഇവിടെ നമുക്ക് ഇൻവെർട്ടർ സ്പേസ് ചെയ്യാനുള്ള പ്ലേസ് ഉണ്ട്. ഇവിടെയാണ് ഡൈനിങ് സ്പേസിൻ്റെ വാഷ് ബേസിൻ കൊടുത്തിരിക്കുന്നത്. ഐഫ് കളിച്ചോടി നടക്കുക. ഇവിടെ നമുക്ക് 2 ബെഡ്റൂമാണ് താഴെയുള്ളത്. മേലെ ഒരു ബെഡ്റൂമും. ബെഡ്റൂമൊക്കെ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ബെഡ്റൂം തന്നെയാണ്. എല്ലാത്തിലും UPVCയുടെ ജനലുകളാണ് കൊടുത്തിരിക്കുന്നത്. ഒരു സൈഡ് മാത്രം നമുക്ക് മേലെ വാൾഡ്രോപ്പിനുള്ള കോൺക്രീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടെ വാഷ് ബേസിനും കാര്യമൊക്കെ ആയിട്ട് എല്ലാം ഫിനിഷ്ഡാണ്. വർക്ക് കംപ്ലീറ്റ് ഫിനിഷ്ഡാണ്. ജസ്റ്റ് നമുക്ക് കയറി താമസിക്കുകയും വേണ്ടുള്ളൂ. നമുക്ക് കബോർഡുകളൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യേണ്ടി വരും. ബാക്കി എല്ലാ വർക്കും ഏകദേശം കംപ്ലീറ്റ് ആണ്. ഇത് 2ാമത്തെ ബെഡ്റൂമാണ്. അത്യാവശ്യം സ്പേസ് ഉള്ള ബെഡ്റൂമുകളാണ് 2 ഉള്ളത്. താഴെയുള്ളത് ഇതും അറ്റാച്ച്ഡാണ്. എല്ലാ വാഷ്റൂംസിലും കൊടുത്തിരിക്കുന്നത് യൂറോപ്യൻ ടൈപ്പ് ക്ലോസറ്റ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം സ്പേസ് ഉള്ള വാഷ്റൂംസാണ് എല്ലാം ഉള്ളത്. അപ്പോൾ അപ്പുറത്ത് നോക്കി കുറച്ച് ലെങ്ത്തിലാണ് കൊടുത്ത്. ഇത് മൊത്തത്തിൽ സ്ക്വയർ ടൈപ്പിൽ നല്ല അത്യാവശ്യം സ്പേസ് ഉണ്ട്. ഈ ബെഡ്റൂമിലും ഒരു സൈഡ് മാത്രം വാൾഡ്രോപ്സിനുള്ള സ്പേസ് വിട്ടിട്ടുണ്ട്. ഇവിടെ നമ്മൾ നേരെ കയറി നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പൂപ്പൻ താടി കിട്ടിയുണ്ടാവുള്ള കയ്യിൽ. ഓക്കെ, സോ ഇവിടെ നമ്മൾ കയറി കഴിഞ്ഞാൽ ഇവിടെ കിച്ചൺ ഓപ്പൺ ആയിട്ടുള്ള കിച്ചണാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഓപ്പൺ ടൈപ്പ് കിച്ചണാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ക്ലോസ് ചെയ്യാം. ഇടയിൽ കണക്ഷൻസ് കൊടുത്ത് ക്ലോസ് ചെയ്യാൻ പറ്റും. ഓപ്പൺ ടൈപ്പ് കിച്ചണാണ്. വർക്ക് ഏരിയ നമുക്ക് സ്പേസ് ചെയ്യാനുള്ള ഓപ്ഷനും അവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് അത്യാവശ്യം കാണാൻ പറ്റും. കംപ്ലീറ്റ് ഏരിയ നമുക്ക് നല്ല സ്പീഷ്യസ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ കിച്ചണിൽ നമുക്ക് വെളിയിലോട്ട് ഇറങ്ങുന്ന സ്പേസ്. ഇവിടെ എല്ലാം
മേലെ സ്ലാബ് ചെയ്തിട്ടുണ്ട്, അതിന് താഴെ നമുക്ക് കബോർഡ് വർക്ക് അലുമിനിയം ഫാബ്രിക്കേഷൻ എടുത്ത് ചെയ്താൽ മതി. സ്റ്റെയർ കേസ് നമുക്ക് കാണാൻ പറ്റും, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള നല്ല സ്റ്റീലുകൾ കൊടുത്തിട്ടുണ്ട് ഹാൻഡ് റെയിലായിട്ട്. ഇവിടെ നമുക്ക് നല്ലൊരു സ്പേസ്, ശരിക്കും ഫാമിലി ലിവിങ് സ്പേസ് വെക്കാനുള്ള അത്രയും സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട് സ്റ്റെയർ റൂമിനടുത്ത്. ഇവിടുന്ന് നമുക്ക് ലെഫ്റ്റിലേക്ക് നോക്കുമ്പോൾ നമുക്കൊരു ബെഡ്റൂമും റൈറ്റിൽ നമുക്കൊരു ഓപ്പൺ ടെറസുമാണ് കിട്ടുന്നത്. സോ മൂന്നാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു ബെഡ്റൂമാണ്. ഇതിൽ ബാൽക്കണി സെറ്റാണ്, ഇതും അറ്റാച്ച്ഡാണ്. അങ്ങനെ 3 ബെഡ്റൂമും 3 അറ്റാച്ച്ഡാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത്. സോ ഈ ഒരു പ്രോപ്പർട്ടി പാലക്കാട് ടൗണിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്കൊരു 5-6 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ നമുക്ക് വരും. ശരിക്കും പറഞ്ഞാൽ ഒരു 10 മിനിറ്റ് യാത്രയേ ഉള്ളൂ, 10 മിനിറ്റ് പോലും ഉണ്ടാവില്ല. നമുക്ക് വണ്ടി എടുത്ത് വരികയാണെങ്കിൽ നമുക്ക് അത്രയും അടുത്ത് തന്നെയാണ്. പിന്നെ ഇതിലേക്കുള്ള സ്പേസ്, എല്ലാ തരത്തിലുള്ള വണ്ടികളും നമുക്കിവിടെ എത്താം. നല്ല ഏത് ട്രക്കോ കാര്യമോ എന്ത് വേണമെങ്കിലും നമുക്കിവിടെ കൊണ്ടുവരാൻ സാധിക്കും. നല്ലൊരു ബാൽക്കണിയുടെ നല്ല വ്യൂ ആണ്, നല്ല കാറ്റും കിട്ടുന്നുണ്ട് ഇവിടെ ഏരിയയിൽ. മേലെ നിന്നുള്ള നല്ല വ്യൂ ആണ് കാണുന്നത്. സോ ഇവിടെ ഈ ഒരു സൈഡിലേക്ക് ആ ബാൽക്കണി അങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. 2 സൈഡും നമുക്ക് റോഡ് ഫേസ് കിട്ടുന്നുണ്ട്. ഈ റൈറ്റ് സൈഡും കിട്ടുന്നുണ്ട്, അതുപോലെ ഫ്രണ്ട് സൈഡ് നമുക്ക് റോഡ് ഫേസ് കിട്ടുന്നുണ്ട്. പിന്നെ ഈ വീട് കിഴക്ക് ദർശനമായിട്ടാണ് വീടുള്ളത് കേട്ടോ, കിഴക്ക് ദർശനമായിട്ടാണ് വീടുള്ളത്. അതുപോലെ നോർത്ത് ഈസ്റ്റ് കോർണറിൽ തന്നെയാണ് അവർ ഇത് കൊടുത്തിരിക്കുന്നത്, ബോർവെല്ലും കൊടുത്തിരിക്കുന്നത്. സോ ഇവിടുന്ന് നമുക്ക് ഇത് സ്റ്റെയർ റൂമായി. ഇവിടെ നമുക്ക് അടുത്ത് നേരെ ഓപ്പൺ ബാൽക്കണിയിലാണ്. ഓക്കെ, അത്യാവശ്യം നല്ല കാറ്റും കാര്യങ്ങളും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നിറയെ വീടുകൾ ഏരിയയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് പുതിയ വീടുകൾ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമുക്കിതിൻ്റെ മേലേക്ക് പോകാനുള്ള ഒരു സ്പേസും കൂടി കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഒരു ഫാമിലി ഗെറ്റ് ടുഗദറൊക്കെ വെക്കാൻ തന്നെ മേലെയും നല്ല സ്പേസ് ഉണ്ടാവും. അത്യാവശ്യം സ്പേസ് ഈ ഒരു ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഡ്രസ് വർക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ ഐഫിനും കൂടി മേലെ കയറണം എന്ന് പറഞ്ഞു. സോ അങ്ങനെ നമ്മൾ 2 പേരും കൂടി അങ്ങനെ മേലേക്ക് കയറാമെന്ന് വിചാരിച്ചു. അതിൽ സ്ക്രൂവും നട്ടൊന്നും വെച്ചിട്ടില്ല സ്റ്റെയറിൽ. പക്ഷേ ഇവിടെ ഒരു ഇത് പറഞ്ഞാൽ ടോപ്പ് ലെവലിൽ നമുക്ക് അത്യാവശ്യം നല്ല ഒരു സ്പേസ് കിട്ടുന്നുണ്ട്. അവിടെ വാട്ടർ ടാങ്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ 1000 ലിറ്ററിൻ്റെ വാട്ടർ ടാങ്ക് ഉണ്ട്. നല്ല സ്പീഷ്യസ് ആയിട്ടുള്ള ഏരിയയാണ്. നല്ല കാറ്റും കാര്യമൊക്കെ ആയിട്ട് മേലെ നമുക്കൊരു ശരിക്കും പറഞ്ഞാൽ ടോപ്പ് ലെവലിൽ ഇവിടെ നമുക്ക് പർഗോഡയുടെ ഗ്ലാസ് കൊടുത്തി കാണാം. ഫാമിലി ഗെറ്റ് ടുഗദറോ കാര്യങ്ങളോ ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു അത്യാവശ്യം നല്ല സ്പേസ്. നമുക്ക് മേലേക്ക് നമുക്ക് ഇനി ഷീറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് കവേർഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്പേസ് ഇവിടെ ടോപ്പിലുണ്ട്. ഇതെന്നല്ലെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് അത്യാവശ്യം നല്ല ബാൽക്കണിയും കാര്യങ്ങളുണ്ട്. സോ ഈ ഒരു പ്രോപ്പർട്ടി നമുക്ക് ഹോസ്പിറ്റലുകളായാലും വളരെ അടുത്താണ്, അതുപോലെ അമ്പലങ്ങളടുത്തുണ്ട്, പള്ളികളടുത്തുണ്ട്, എല്ലാം ഏകദേശം. ഇപ്പോൾ പള്ളിയും അമ്പലങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 300-400 മീറ്ററിൻ്റെ ചുറ്റളവിൽ തന്നെ ഉണ്ട്. ഹോസ്പിറ്റൽ നോക്കുകയാണെങ്കിൽ നമുക്ക് രാജീവ് ഗാന്ധി ഹോസ്പിറ്റൽ വളരെ നിയറസ്റ്റ് ആണ്. പാലക്കാട് ടൗണിലേക്കും 10 മിനിറ്റിൻ്റെ യാത്രയേ ഉള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള ഈ ഒരു പ്രോപ്പർട്ടി 5.75 സെൻറ്റ് സ്ഥലം, 1750 സ്ക്വയർ ഫീറ്റ് ആണ്. സോ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് വെറും 57 ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ. 57 lakhs. അതും നെഗോഷ്യബിൾ ആണ്. ഡയറക്റ്റ് ഇരുന്ന് നമ്മൾ എങ്ങനെ സംസാരിക്കും, നമ്മൾ എങ്ങനെ ക്യാഷിൻ്റെ ഡീലിംഗ് ചെയ്യുന്നു, അതിനനുസരിച്ച് നമുക്ക് എന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റും. സോ അവർ ആസ്കിംഗ് പ്രൈസ് വന്നിട്ട് 57 lakhs ആണ്. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീടിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിലും നമ്മുടെ ഈ ഫോണിലേക്ക് വാട്സപ്പ് ചെയ്യാം. അതേപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അവർക്ക് എല്ലാവർക്കും വീടൊക്കെ അന്വേഷിക്കുന്ന ആൾക്കാർക്ക് യൂസ്ഫുൾ ആവും. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്നവർക്കും എല്ലാവർക്കും താങ്ക് യു ആൻഡ് ടേക്ക് കെയർ. ബൈ.